ഖാദി എൻ്റെ ജീവിതത്തിൽ, ഭാരതീയരുടെ ജീവിതത്തിൽ, നല്ല മനുഷ്യരുടെ എല്ലാ ജീവിതത്തിൽ, കോൺഗ്രസ്സുകാരുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യമായ ഘടകമാണ്. ഖാദി വേണ്ട, ഖാദിയേക്കാൾ നല്ല വസ്ത്രങ്ങൾ, പരിഷ്കാരമുള്ള വസ്ത്രങ്ങൾ 3000-4000 രൂപയ്ക്കുള്ള ഷർട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നത് ധരിച്ചാൽ മതി എന്ന് വന്നാൽ ഒരു 10 കൊല്ലം ഈ തലമുറ കഴിഞ്ഞു പോയാൽ ഒരു 15-20 കൊല്ലത്തിനകത്ത് മഹാത്മാഗാന്ധിയെയും നമ്മുടെ സമൂഹം, പുതിയ സമൂഹം മറക്കും. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ടോക്ക് ടൈമിൽ അതിഥിയായിരിക്കുന്നത് കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി VC കബീർ അവറുകളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ എണ്ണം കുറഞ്ഞ ഗാന്ധിയന്മാരിൽ ഒരാളാണ്. അദ്ദേഹം 7, 9, 10, 11 നിയമസഭകളിൽ കേരള നിയമസഭയുടെ ശ്രീകോവിലിൽ MLA ആയി പ്രവർത്തിച്ചു. തികഞ്ഞ ഗാന്ധിയൻ ദർശനത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയിലൂടെ മുന്നോട്ട് പോകുന്ന അദ്ദേഹം വിമോചന സമരകാലത്ത് 21 ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലാളിത്യത്തിന്റെ പ്രതീകമായ പൊതുപ്രവർത്തനത്തിൽ ഒരു മാതൃകയായിട്ടുള്ള ബഹുമാനായ മുൻ മന്ത്രി VC കബീർ അവറുകളെ ടോക്ക് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാറ്. 80കളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ശ്രീ AK ആന്റണി ദേശീയ തലത്തിലുള്ള പിളർപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന് അനുഗുണമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയപ്പോൾ ആ പക്ഷത്ത് നിന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. 80കളിൽ ഒറ്റപ്പാലത്ത് നിന്ന് MLA ആയി അങ്ങ് കേരള നിയമസഭയിൽ വന്നു. തിരികെ ആന്റണി കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോൾ അങ്ങ് കോൺഗ്രസ് എസിന്റെ ഭാഗമായി ഇടതുപക്ഷത്ത് തന്നെ നിലയുറപ്പിച്ചു. തീർച്ചയായിട്ടും ഒരു കോൺഗ്രസ് ആശയത്തിൽ നിന്ന അങ്ങ് പ്രത്യയശാസ്ത്രപരമായിട്ട് ഇടതുപക്ഷ ചേരിയിൽ MLA ആയി രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നതിന് അന്ന് ആശയപരമായ ചില വൈതരണികളില്ലായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കോൺഗ്രസ് ചേരേണ്ടി വന്നത് 78 മുതലാണ്. അടിയന്തരാവസ്ഥയുടെ അവസാന കാലത്ത് കരുണാകരന്റെയും അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകളുടെയും പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് 78 മുതൽ ആന്റണിയുടെ കൂടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷ യൂത്ത് കോൺഗ്രസ്സുകാരും LDF-ഉമായി സഹകരിക്കാൻ തീരുമാനിക്കുകയും പഞ്ചായത്ത് ഇലക്ഷനിൽ 77-78 യോജിച്ച് നിൽക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് 80ലേക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആന്റണി കോൺഗ്രസ്സുകാരും കൂടി ചേർന്ന് മുന്നണിയിലേക്ക് ചേരാൻ തീരുമാനിച്ചതും എനിക്ക് യാദൃശ്യമായി എന്നെ നിർബന്ധിച്ച് ആന്റണി നിർത്തുകയായിരുന്നു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയാവേണ്ടി വന്നതും മത്സരിച്ച് ജയിക്കേണ്ടി വന്നതും. അതൊരു ജീവിതത്തിൽ ഒരു ഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാം ദൈവനിശ്ചയമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ MLA ആയി. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ആന്റണി അഭിപ്രായ വ്യത്യാസത്തിലായി. അങ്ങനെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ നടത്തി. ദാസ് മുൻഷി എന്ന IC സെക്രട്ടറി വന്ന് സംസാരിച്ചു. ഞങ്ങൾ ആരൊക്കെ ഈ നിലപാടിലുണ്ടെന്ന് അപ്പോഴറിയില്ല. വേളയിൽ കൂടുന്ന രണ്ട് ദിവസത്തെ രാപകലില്ലാത്ത യോഗത്തിലാണ് ഓരോരുത്തർക്കും ഇഷ്ടംപോലെ സമയം തന്നു ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ മുന്നണി വിടാൻ പാടില്ല. മുന്നണി വിടുകയാണെങ്കിൽ നമ്മളെല്ലാം MLA സ്ഥാനം രാജിവെക്കണം, ഒരു തെരഞ്ഞെടുപ്പിന് പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മറ്റഞ്ചാളുകൾ കൂടി പറഞ്ഞപ്പോൾ ഞങ്ങൾ 6 പേർ ഏതാണ്ട് ഒരേ അഭിപ്രായക്കാരായി വരികയും ഇവരെല്ലാം തിരിച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെല്ലാം കരുണാകരന് ഒക്കെ കൊടുക്കുകയും ഞങ്ങൾ 6 പേര് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് LDF തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. അതാണ് ആ സന്ദർഭം. അങ്ങനെയാണ് വീണ്ടും LDF തന്നെ തുടരാനും കോൺഗ്രസ് എസ് ആകാനും ഇടവന്നത്. അങ്ങനെയാണ് പ്രത്യയശാസ്ത്രപരമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയം തുടർന്ന് അങ്ങ് ഇടതുപക്ഷ ചേരിയിൽ നിൽക്കാൻ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ചില വൈതരണികൾ അനുഭവപ്പെട്ടില്ലേ ആശയപരമായിട്ട്? എന്നോട് മൊത്തത്തിൽ കോൺഗ്രസ് എസ്സുകാരോട് CPI വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയത്. ഞങ്ങൾ ഒരു പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിൽ നിന്നു എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ കറക്റ്റൊന്നും ആയിരുന്നില്ല. ഞങ്ങളെല്ലാവരും സിമ്പിളായ ആളുകളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് അന്ന് മാർക്സിസ്റ്റ് പാർട്ടി താല്പര്യം എടുത്തിരുന്നു. CPI-കാരും വളരെയധികം താല്പര്യം എടുത്തുകൊണ്ട് സത്യമാണ്. അതനുസരിച്ച് ഞങ്ങൾ പെരുമാറിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാനൊരു കോൺഗ്രസ് എന്ന അടിസ്ഥാനത്തിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കോൺഗ്രസ്സാണ്. എൻ്റെ കർഷകനായ പിതാവ് എനിക്ക് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് കതർ മുണ്ടും കതർ ജുബയും തിരി തന്നു. അത് ധരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ അതെന്ന് പറഞ്ഞാൽ ഖാദി ധരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ മരിക്കുമ്പോഴും എൻ്റെ മയ്യത്ത് കതർ കൊണ്ട് പൊതിയണമെന്നും എൻ്റെ മയ്യത്തിന്റെ മീതെ ചർക്കയുള്ള പതാക പതപ്പിക്കണമെന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് 2ഉം മക്കളുടെ കയ്യിൽ വാങ്ങി ഏൽപ്പിച്ചിട്ടുമുണ്ട്. സാറേ, മറ്റൊരു ചോദ്യം. സാർ ഒരു കറപ്ഷൻ എന്നൊരു വാക്ക് ഇടയ്ക്ക് ഉദ്ധരിച്ചുകൊണ്ട് പറയുക. സാറ് തികഞ്ഞൊരു ഗാന്ധിയനും പാരിസ്ഥിതികമായിട്ടുള്ള ഒരു നിലപാടുകളൊക്കെ ജീവിതത്തിൽ എടുത്തു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. സ്വാഭാവികമായി ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അവിഹിതമായ ചില മാർഗങ്ങളുടെയും ബന്ധങ്ങളുടെയും രാഷ്ട്രീയമായിട്ടുള്ള ഇടചേരലുകളുടെയും ഒരു കാലഘട്ടമാണ്.
അതിനെ എങ്ങനെ അതിജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ളത്? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതും എന്നോടൊപ്പം നടത്തുന്നതും രാഷ്ട്രീയം പൈസ ഉണ്ടാക്കാനല്ല. പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ ജില്ലാ പഞ്ചായത്തോ MLA ഒക്കെ ആവുന്നത് പണം സമ്പാദിക്കാനല്ല എന്ന് 101% വിശ്വസിക്കുന്ന ഒരു ഗാന്ധിയനാണ് ഞാൻ. പണം വരികയും പോവുകയും ചെയ്യും. നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുക. ഇത് ആർത്തി ഉണ്ടാക്കി പണം കൂട്ടുന്ന സാഹചര്യം ഇപ്പോൾ വ്യാപകമായി വളർന്നു വരുന്നുണ്ട് എന്ന് എനിക്ക് ഭയമുണ്ട്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് രാഷ്ട്രീയക്കാരോട് അകൽച്ച വരുന്നുണ്ട്, വിശ്വാസക്കുറവ് വരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. സാറ് അത് പറഞ്ഞപ്പോൾ സാറ് പാലക്കാട് പ്രസ് ക്ലബിലെ ഒരു സ്പീച്ചില് മറ്റുള്ളവന്റെ സമ്പത്തിൽ നമ്മുടെ കണ്ണു പാടില്ല എന്ന് ഒരു പരാമർശം സാറിന്റെ ഒരു പ്രസംഗത്തിലുണ്ടായി. അതൊരു വാർത്തയായിരുന്നു. അപ്പൊ അത് ഒരു ഹെഡ്ലൈൻ ഞങ്ങളുടെ ജില്ലയിലുള്ള എല്ലാം അടിച്ചു വന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, KPCC ആ ഘട്ടത്തില് അങ്ങേക്ക് തെരഞ്ഞെടുപ്പ് ചെലവിനായി 4000 രൂപ നൽകിയിട്ട് അതിന്റെ ബാക്കിയുള്ള തുക തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അത് ഏൽപ്പിച്ച ഒരു ചരിത്രം അങ്ങേ സംബന്ധിച്ചു. ഒരു ചരിത്ര സത്യവും സംഭവമാണ്. എന്നോട് ആന്റണി സ്ഥാനാർത്ഥിയാകാൻ നീ മത്സരിക്കണം, കുറെ കാലമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മത്സരിക്കാൻ സമ്മതിച്ചപ്പോൾ എന്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആന്റണി KPCC ഓഫീസ് എറണാകുളത്തായിരുന്നു, ഗോപാലനോട് പറഞ്ഞു കബീറിന് 250 രൂപ കൊടുക്കും എന്ന് പറഞ്ഞ് 250 രൂപ തന്നു. പിന്നെ ഇലക്ഷൻ തന്നത് 4000 രൂപയാണ് 80 ഇലക്ഷന്. അതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തകരെല്ലാം ഒരു ഹാൾ വാടകയ്ക്ക് എടുത്ത് അവിടെ തന്നെ കഞ്ഞി വെച്ച് കുടിച്ച് ഞങ്ങൾ ഒരു വണ്ടി, അന്ന് പോലെ ഒന്നല്ല, ഒരു ജീപ്പും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററും മാത്രമാണ്, ഒരു നോട്ടീസ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജീപ്പിലാണ് മൈക്ക് കെട്ടി എല്ലാവരും കൂടെ പോകുന്നത്. അങ്ങനെയുള്ളത് കുറച്ച് 343 രൂപ തെറ്റാണെന്ന് തോന്നുന്നു. അത് ഇലക്ഷൻ വോട്ടെണ്ണെല്ലാം കഴിഞ്ഞതിന് ശേഷം KPCC പോയി ഗോപാലൻ്റെ തിരിച്ചു കൊടുത്തു. അത് എൻ്റെ ഓർമ്മയിലുള്ള ഒരു മറക്കാത്ത, ഞാൻ പുറത്ത് പറയുന്ന ഒരു സംഭവമാണ്. അത് തന്നെയാണ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും പൊതുപ്രവർത്തകരോട് ഞാൻ പറയുന്നുണ്ട്, നമുക്ക് അർഹതപ്പെട്ടത് മാത്രം എടുക്കുക. ഗാന്ധിജി പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു വാഹനം വേണം, ഒരു വീട് വേണം, അത് കഴിഞ്ഞാൽ 3-4 മൊബൈൽ വേണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാറേ, ഈ ഗാന്ധിയൻ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഒരു ഭാഗം പ്രസക്തി ഏറി വരികയാണ് എന്ന് പറയുമ്പോഴും ചില ആളുകൾ അതിനൊന്ന് പ്രസക്തി ഇല്ല എന്ന് ഉദ്ധരിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോ അവസാനമായി അനുബന്ധമായിട്ട് ഖദർ വസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായി. അത് കേരളത്തിലൊരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഇടം വന്നു. അങ്ങയുടെ അഭിപ്രായം എന്താണ്? വളരെ സജീവവും അഭിമാനകരമായ ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. ഖാദി എൻ്റെ ജീവിതത്തിൽ, ഭാരതീയന്റെ ജീവിതത്തിൽ, നല്ല മനുഷ്യരുടെ എല്ലാ ജീവിതത്തിൽ, കോൺഗ്രസ്സുകാരുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യമായ ഘടകമാണ്. അതിനോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയും അതുമായി ബന്ധപ്പെട്ടതാണ്. ഖാദി വേണ്ട, ഖാദിയേക്കാൾ നല്ല വസ്ത്രങ്ങൾ, പരിഷ്കാരമുള്ള വസ്ത്രങ്ങൾ 3000-4000 രൂപയ്ക്കുള്ള ഷർട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നത് ധരിച്ചാൽ മതി എന്ന് വന്നാൽ ഒരു 10 കൊല്ലം ഈ തലമുറ കഴിഞ്ഞു പോയാൽ ഒരു 15-20 കൊല്ലത്തിനകത്ത് മഹാത്മാഗാന്ധിയെയും നമ്മുടെ സമൂഹം, പുതിയ സമൂഹം മറക്കും. വലിയ ആപത്താണ്. സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയും ഖാദിയുടെ വ്യാപനവും എല്ലാം ഒരു ത്യാഗത്തിന്റെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത്. സീനിയറായ ആളുകളെല്ലാം അത് തന്നെയാണ് കാണുന്നത്. അതിന് പകരം 4000-5000 കമ്പനി ഷർട്ട് വാങ്ങിയിട്ടിട്ട് കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്നതിനോടും പാൻറ് ഇട്ട് നടക്കുന്നതിനോടും യോജിപ്പില്ല. അത് സ്വാതന്ത്ര്യ സമരത്തെയും മഹാത്മാഗാന്ധിയെയും മറക്കാനും ഒറ്റുകൊടുക്കാനും ഇടവരുന്ന, ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. സാറേ, ഈ മറ്റൊരു കാര്യം, ഈ മുമ്പ് ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻഷ്യല്, ക്വാളിറ്റി മെഷേഴ്സ് ഒക്കെ നേതൃത്വം നടത്തിയിരുന്നു. ഇന്ന് ഈ അജ്ഞാനുവർത്തികളായിട്ടുള്ള ആളുകൾ അവര് കുറുക്കു വഴിക്ക് നേതൃസ്ഥാനത്തേക്ക് എല്ലാ പാർട്ടികളെ എടുത്താലും അതെ അങ്ങനെ കടന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? രാഷ്ട്രീയ പ്രവർത്തനം സർവീസാണ്, സേവനമാണ്. ഗവൺമെന്റ് ശമ്പളം വാങ്ങാനുള്ളതല്ല. അതിനകത്ത് ലാഭനഷ്ടങ്ങൾ വരും. ഒരുപാട് ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആരംഭിച്ചിട്ടുള്ള ആളുകൾ ധാരാളം സൗകര്യങ്ങളും സ്വത്തുക്കളും ഉണ്ടായിരുന്ന ആളുകളാണ്. അതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും ആത്മധൈര്യം വിടാതെ സേവനം ചെയ്യുന്ന ആളുകളായിട്ട് എപ്പോഴും നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു സർവീസാണ്. അതിൻ്റെ കൂടെ MLA ആവാം, പഞ്ചായത്ത് മെമ്പർ ആവാം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് ആവാം, MP ആവാം എന്നല്ലാതെ പ്രത്യേകമായ ആളുകളെ സ്വാധീനിച്ച് കാര്യങ്ങൾ കൈവശപ്പെടുത്തി ഒരു അപഹരണമായിട്ടാണ് ഇത് തോന്നുന്നത്. അങ്ങനെ പാടില്ല. നമ്മുടെ സമൂഹം അംഗീകരിക്കട്ടെ. ആളുകൾ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കും. ആളുകൾ പറയും നിങ്ങളൊരു MLA കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങളൊരു MP കാണാൻ ആഗ്രഹമുണ്ടെന്ന് ജനങ്ങൾ പറയും. ഓട്ടോറിക്ഷക്കാർ പോലും പറയും, ചെറിയ കടക്കാർ പറയും നിങ്ങൾ വരുന്നവരെന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആളുകൾ എന്നോട് ഇപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വട്ടം കൂടി മത്സരിച്ചുകൂടെ എന്ന്. ഞാൻ 5 പ്രാവശ്യം MLA ആയി, വലിയൊരു ബഹുമതിയാണ്. 7 വട്ടം മത്സരിച്ചു. ഇനി കിട്ടാത്തവർക്ക് കിട്ടട്ടെ, പുതിയ തലമുറയ്ക്ക് കിട്ടട്ടെ. നല്ല ആളുകൾ, എത്രയോ ഒന്നും കിട്ടാത്ത ആളുകൾ ഇപ്പോഴും പാർട്ടികളുണ്ട്, കോൺഗ്രസ് പാർട്ടി തന്നെ ഉണ്ട്. അവർ അംഗീകരിക്കണം, അവർക്ക് അവസരം കൊടുക്കണം. ആ അഭിപ്രായക്കാരനാണ്. സാറേ, വ്യത്യസ്തമായ മറ്റൊരു മേഖലയിൽ നിന്ന് ഈ കമ്മ്യൂണിസം കാലത്തിനിണങ്ങിയ ഒരു പ്രത്യയശാസ്ത്രമാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരു മാറ്റത്തിന് നിദാനമായി പിണറായിസം എന്ന ഒരു പദം കൂടി നമ്മൾ പൊതുജനത്തിന്റെ ഇടയിൽ സംസാരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്ത് തന്നെ കമ്മ്യൂണിസത്തിന് വലിയ പ്രസക്തിയില്ല. ചൈനയിൽ തന്നെ എന്താണ് മുതലാളിമാരുടെ 10,000-കണക്കിന് കോടീശ്വരന്മാരാണ് ചൈനയിൽ. റഷ്യയിലെ കണക്കില്ല. അത് അവർ തന്നെ കൊടി മാത്രമേ അവരുള്ളൂ, ബാക്കി എല്ലാം മുതലാളിത്ത വ്യവസ്ഥകളാണ്. റഷ്യയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.
കേരളത്തിലെ കുറെ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യരെന്ന് ഞാൻ പറയുന്നില്ല, അവരെങ്ങനെ കമ്മ്യൂണിസം പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ ചുറ്റിച്ച് നടക്കുകയാണ്. പിന്നെ നല്ല ആളുകളുണ്ടായിരുന്നു. EMS നല്ലൊരാളായിരുന്നു, AKG നല്ല ആളായിരുന്നു. AKG ഞാൻ കണ്ടിട്ടില്ല. EMS അടുത്ത് കണ്ടിട്ടുണ്ട്, എന്നെ വലിയ സ്നേഹമായിരുന്നു. നയനാര്, അച്യുതാനന്ദൻ, അവർക്ക് മോഡലായിരുന്നു. അതൊന്നും അല്ല ഇപ്പൊ പുതിയ തലമുറയിൽ കാണുന്നത്. ഈ മണി അടിച്ചിട്ട് ഇങ്ങനെ ശുപാർശ ചെയ്ത് കാര്യങ്ങൾ പിടിച്ചെടുക്കുക, വേണ്ടപ്പെട്ടവരുടെ ഒരു കൂടാരമായി പാർട്ടി മാറുക എന്ന നിലയിൽ ആ പാർട്ടിയിൽ ചില ആളുകൾ മാറിയിട്ടുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കും കേരളത്തിൽ ഭാവിയിലേക്ക് നല്ലതല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സാറേ, 80കളിലെ കോൺഗ്രസും ഇന്നത്തെ കോൺഗ്രസും തമ്മിൽ സാറ് ഒരു വ്യത്യാസം പ്രത്യേകിച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന കാര്യം സാറിന്റെ മനസ്സിൽ എന്താ വരും? 80കളിലൊക്കെ മോഡലുകളായിരുന്നു എല്ലാവരും. AK ആന്റണി മുതൽ ഉമ്മൻചാണ്ടി വരെ നല്ല മോഡലുകളാണ്. അവരൊക്കെ ഒരുപാട് ആളുകൾ, ആരുടെ പേരെടുത്ത് ഞാൻ കുറ്റപ്പെടുത്തുക, നന്നാക്കി പറയുന്നില്ല എങ്കിലും അവരൊക്കെ മോഡലായിട്ട് തന്നെയാണ്. സുധീരൻ, അങ്ങനെ പല ആളുകളും നന്നായിട്ട് എടുത്തെടുത്ത് പറയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം രാഷ്ട്രീയത്തിൽ മോഡലുകളാണ്. അപ്പോൾ പിന്നെ ആരോഗ്യവകുപ്പ് 1000 കോടി ഉറുപ്പിന്റെ മരുന്നാണ് എല്ലാ കൊല്ലം വാങ്ങാൻ. സുധീരൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു പൈസ വാങ്ങിയിട്ടില്ല. ഞാനും അത് തന്നെയാണ് പിന്തുടർന്നത്. മരുന്ന് കമ്പനിക്കാർ മാത്രമേ പൈസ തരുന്ന അറിയുള്ളൂ. ബാക്കി നമ്മുടെ കയ്യിൽ കൊണ്ടുതരുന്ന സൂട്ട് കേസിന്റെ വിവരം ആർക്കും അറിയില്ല. അത്ര രഹസ്യമായി കൈക്കൂലി വാങ്ങാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ്. പക്ഷെ ഞങ്ങളൊന്നും, പലരും അങ്ങനെയൊന്നും കാശ് വാങ്ങിയിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് പൊതുപ്രവർത്തകൻ അന്യന്റെ പണം ആഗ്രഹിക്കരുത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വല്ലവരുടെ പണവും കണ്ടിട്ട് നമ്മൾ അഹങ്കരിക്കരുത്. ആ പണം നമ്മുടെ പോക്കറ്റിലേക്ക് വരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യരുത്. അർഹതപ്പെടാത്ത ഒന്നും തന്നെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ തൊടാൻ പാടില്ല എന്നാണ് അഭിപ്രായം എൻ്റെ. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. അത് അങ്ങനെ തന്നെ ബാക്കി പുതിയ തലമുറ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. സാറ് MLA ആയിരുന്നപ്പോൾ നെല്ലിയാമ്പതിയിൽ ഒരു സ്വകാര്യ എസ്റ്റേറ്റിൽ സ്വകാര്യ മുതലാളി പ്രത്യേകമായി പ്രൈവറ്റ് ടോൾ ബൂത്ത് സ്ഥാപിച്ച ഒരു വിഷയത്തിൽ ഇടപെട്ടു. അതിൽ അങ്ങേക്ക് അവിടെ വെച്ചിട്ട് തന്നെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നും അദ്ദേഹത്തെ താങ്കളെ മർദ്ദിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അസഭ്യം പറയുന്ന രീതിയിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം ഉണ്ടായി. അത് സംബന്ധിച്ച് നിയമസഭയിൽ ഒരു പ്രക്ഷുബ്ധമായ രംഗങ്ങളും അങ്ങ് അത് സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ഓവറിലെല്ലാം വളരെ കത്തിക്കേറി കേരള മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അവിടെയെല്ലാം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അർഹിക്കുന്ന രീതിയിൽ നീതി ലഭ്യമായില്ല എന്ന് തോന്നുന്നുണ്ടോ? 2 മിനിറ്റ് എടുത്തോട്ടെ. പിന്നെ നെല്ലിയാമ്പതിയില് 340 ഏക്കർ ഗവൺമെന്റ് ഭൂമി കൈവശപ്പെടുത്തി എസ്റ്റേറ്റ് വെച്ച് പിടിപ്പിച്ചത് ഒന്ന്. ആ എസ്റ്റേറ്റിനകത്ത് കൂടെ ഞാൻ അന്ന് ഏഷ്യാനെറ്റ് വേണ്ടി ഡോക്യുമെന്ററി 8 എപ്പിസോഡ് എടുക്കാനുള്ള ഒരു സൗകര്യം എനിക്ക് കിട്ടിയിരുന്നു. നിളയുടെ കണ്ണുനീർ എന്ന് പറഞ്ഞിട്ട് ഭാരതപ്പുഴ നശിച്ചു പോകുന്നു, അതിനെ കുറിച്ചായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട നദി തുടങ്ങുന്നത് നെല്ലിയാമ്പതി നിന്നാണ്. അവിടെ അത് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ അവിടെ ടോൾ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പാസ് 50 രൂപ ഒരു വാഹനത്തിന്. എൻ്റെ കൂടെ ഒരു വണ്ടിയുണ്ട്, എൻ്റെ വണ്ടിയുണ്ട്. 100 രൂപ വാങ്ങിയിട്ടാണ് അവിടെ കടത്തി വിട്ടത്. അയാൾ പറഞ്ഞു കടവുകൾ വന്നാലും വിടമാട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാൽ MLA എന്ന് പറഞ്ഞു. എന്താ MLA തമിഴനാണ്, എന്ത് കടത്തി വിടില്ല പറഞ്ഞു. അവസാനം 100 രൂപ കൊടുത്ത് കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഒരു 100 ഏക്കർ വലിയ വൻ മരങ്ങൾ മുറിച്ചിടുകയാണ്. ഞങ്ങളവിടെ പോയി ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വെട്ടാൻ വന്നു. അപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. നെല്ലിയാമ്പതി പോലീസ് വന്ന് രക്ഷപ്പെടുത്തി. 2 പിന്നെ ഈ ഇതിന്റെ ഉടമസ്ഥൻ, ഞാൻ ആ ഉടമസ്ഥനെ കുറിച്ച് 13 പരാതി കൊടുത്തു. മരിച്ചുപോയി, ഞാൻ പേര് പറയില്ല. ഗവൺമെന്റ് അന്വേഷണം നടത്തി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഉമ്മൻചാണ്ടി ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾ MLA അവിടെ തെളിവെടുപ്പിന് പോയി. അവിടെ സ്വകാര്യ വൈദ്യുതി ഉൽപാദനശാല തുടങ്ങി. ഒരു അണ കെട്ടി എസ്റ്റേറ്റിന് ഒരു വലിയ പുഴയില് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ ഗവൺമെന്റിന് പെർമിഷൻ പോലും ഇല്ല, ആരും അറിയില്ല. അവിടെ ചെന്നിട്ട് ഉമ്മൻചാണ്ടി അന്വേഷണം നടത്തുമ്പോൾ ഈ എസ്റ്റേറ്റ് ഉടമ ഇവനെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. സത്യമൊകേരി ഓടി വന്ന അയാളെ കെട്ടിപ്പിടിച്ചോടുകൂടി കൊല്ലാൻ സാധിച്ചില്ല. പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണം അവിടെ നിർത്തിവെച്ചു. പിന്നെ പത്രസമ്മേളനമായി നിയമസഭയിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. സ്പീക്കർ പറഞ്ഞു സൂക്ഷിക്കണം, മാഷ് ഒറ്റയ്ക്കൊറ്റ യാത്ര ചെയ്യരുത്, ഒരേ വണ്ടി പോകരുത്, ഒരേ റൂട്ടിൽ പോകരുത് എന്നെല്ലാം പറഞ്ഞു. ഞാൻ ഉടനെ അച്യുതാനന്ദൻ്റെ അടുത്ത് പോയി. ഈ സംഭവം അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നേരെ CM-ൻ്റെ അടുത്ത് പോയി. അന്ന് നയനാരാണ്. അപ്പം അച്യുതാനന്ദൻ വിളിച്ച് മറക്കാൻ പാടില്ല. അച്യുതാനന്ദൻ നയനാരെ വിളിച്ചു പറഞ്ഞു തോന്നുന്നു. ഞാൻ CM-ൻ്റെ അടുത്ത് പോയപ്പോൾ എന്താ അപ്പം എന്നെ മാഷേന്ന് വിളിക്കാം, എന്നെ നയനാരെ എന്താ മാഷേ VS വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം തോന്നി. അപ്പൊ തന്നെ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് അടിയന്തരമായി DGP-യോട് പറഞ്ഞിട്ട് കബീറിന് 2 പോലീസുകാർ പ്രൊട്ടക്ഷൻ കൊടുക്കണം വിത്ത് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മുതൽ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. അത് ഒരു വലിയ വാർത്തയായിരുന്നു. അന്ന് ഏഷ്യാനെറ്റും ദൂരദർശനും മാത്രമേ ഉള്ളൂ, ലോകവാർത്തയായി പോയി. അതൊരു സത്യമാണ്. ഞാൻ കൊടുത്ത പരാതിയിൽ 8 പരാതിയും ഗവൺമെന്റിന്റെ പണവും ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെയാണെന്ന് തെളിഞ്ഞു. സാറേ, ഒരു പ്രധാന കാര്യം, ഒരു പൊതുപ്രവർത്തനം ഒരു അമാനത്തുള്ള കാര്യമാണ് എന്ന് വിവക്ഷിക്കുന്ന രീതിയിൽ അങ്ങ് മുൻപ് സംസാരിച്ചു. ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ത്വരയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് അധാർമികതയ്ക്കൊന്നും കൂട്ടുനിൽക്കാതെ മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഈ അധാർമികത നയിക്കുന്ന ആളുകളും ഖനന ലോബികളും അല്ലെങ്കിൽ മോശമായ സമൂഹത്തെ കറന്നു തിന്നുന്ന ഇത്തരത്തിലുള്ള ക്ഷുദ്ര ജീവികൾ എല്ലാവരും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തുമ്പോൾ അല്ലെങ്കിൽ എതിർക്കുമ്പോൾ അതിനെയൊക്കെ ഒരു എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള
ഒരു ഉത്തരം അല്ലെങ്കിൽ അത് ഒരു മാർഗനിർദ്ദേശം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടോ? അതിനാദ്യത്തെ വേണ്ടത് ആ വ്യക്തി ശുദ്ധമായി നിൽക്കുക, മോഡലായിരിക്കുക, ഉവ്വ. ദൈവത്തെ വിളിക്കുക, എന്ത് വന്നാലും ഞാൻ മാറില്ല, സത്യം വിട്ടു പോയില്ല എന്നുള്ള തീരുമാനം എടുക്കുക. അപ്പോൾ അത് അങ്ങനെ സഹായിക്കാൻ ആളുകളുണ്ടാവും. ഉവ്വ. എന്റെ അനുഭവം അതാണ്. ഉവ്വ. ഇപ്പോഴും എനിക്ക് സമൂഹത്തിൽ ഞാൻ ഒന്നുമല്ല, എന്നിട്ടും ഗാന്ധിയൻ പ്രവർത്തനങ്ങളുമായി പോകുന്ന എനിക്ക് നല്ല സ്വീകരണമാണ് സമൂഹത്തിൽ കേരളത്തിൽ കിട്ടുന്നത്. അത് തന്നെയാണ് അച്യുതാനന്ദൻ എന്നോട് പറഞ്ഞത്. മാഷ് കോൺഗ്രസിൽ പോയാലും ഒട്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോളൂ, കേരളത്തിലെ മനുഷ്യർ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്, മാഷ് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്നെ നയനാരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു തലമുറയോട് പൊതുരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ ഏത് പാർട്ടിയെങ്കിലും ആവട്ടെ, ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ എല്ലാ മതസ്ഥർക്കും തുല്യമായ അവകാശവും അധികാരവും ഈക്വാലിറ്റി ഉണ്ട്. നമ്മുടെ ഭരണഘടന അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ജാതിയുടെ പേരിലും ഭയപ്പെടേണ്ട. ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും പിന്നെ സിഖുകാരനായാലും നമ്മൾ ഭാരത മാതാവിന്റെ മക്കളാണ്. നമുക്ക് ഒറ്റ രാജ്യമാണ് നമ്മുടെ. അതുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവർ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിന് പകരം അവനവന്റെ സർവീസ് കൊണ്ട് നല്ല നിലയിൽ പേരെടുത്ത് മുമ്പോട്ട് പോവുക. ജനങ്ങൾ കൈവിടില്ല. കേരളത്തിലെ മനുഷ്യർ നല്ലവരാണ്. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിരവധി ഇന്റർവ്യൂകൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആത്മനിർവൃതിയോടുകൂടി ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കബീർ മാഷിനോടാണ്. അദ്ദേഹത്തിന്റെ തികഞ്ഞ ഗാന്ധിയൻ ജീവിതം കേരള സമൂഹം നമസ്തേ വെച്ച് അംഗീകരിക്കുന്നതാണ്. മാന്യനായിട്ടുള്ള പൊതുപ്രവർത്തകനായ മുൻ മന്ത്രിയും MLA യും എല്ലാമായ ഗാന്ധി ദർശൻ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ബഹുമാനായ കബീർ മാഷിന് ഡോക്ടർ എമ്മിന്റെ എല്ലാവിധ ഭാവുകളും നേരുന്നു. നമസ്കാരം. നമസ്കാരം.